നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പുറത്തുവിടുന്ന കാർബൺ നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ മലിനീകരണത്തിന് നമ്മളൊരു വിലയിട്ടാലോ? അതെ, അതാണ് കാർബൺ ക്രെഡിറ്റുകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തില് ഒരു പുതിയതരം കറൻസിയായി ഇതിനെ കണക്കാക്കാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇതൊരു രസകരമായ ചോദ്യമാണ് അല്ലേ? നിങ്ങളൊരു മരം നടുന്നു. അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ സഹായിക്കുന്നത്? ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം. പക്ഷേ കാർബൺ ക്രെഡിറ്റ് എന്ന ഈ വലിയ ആശയത്തിന്റെ തുടക്കം തന്നെ ഇവിടെ നിന്നാണ്. നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. ഇതൊരു സർട്ടിഫിക്കറ്റാണ്. ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അന്തരീക്ഷത്തിൽ നിന്ന് 1 മെട്രിക് ടൺ എന്നുവെച്ചാൽ 1000 കിലോഗ്രാം അത്രയും കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുന്ന എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊരു അംഗീകാരം കിട്ടുന്നതുപോലെയാണിത്. ഇതിന് പിന്നിലെ ഐഡിയ എന്താണെന്നറിയോ? അത് ഭയങ്കര പവർഫുള്ളാണ്. വായു മലിനമാക്കുന്നതിന് ഒരു വിലയുണ്ടെങ്കിൽ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ മലിനീകരണം കുറയ്ക്കാൻ ഒരു സാമ്പത്തിക പ്രോത്സാഹനമുണ്ടാവും. നല്ല കാര്യത്തിന് പ്രതിഫലം, തെറ്റായ കാര്യത്തിന് ഒരു വില. അത്രയുള്ളൂ. ഓക്കെ, അപ്പോ ഇതിനൊരു കറൻസിയുടെ വില കിട്ടണമെങ്കിൽ സ്വാഭാവികമായും അതിനൊരു മാർക്കറ്റും ഒരു ചരിത്രമൊക്കെ വേണ്ടേ? ഈ കാർബൺ കറൻസി എന്ന ആശയം എവിടെ നിന്നാണ് വന്നത്? ഏതൊക്കെ അന്താരാഷ്ട്ര ഉടമ്പടികളാണ് ഇതിന് വഴിയൊരുക്കിയത്? നമുക്കതൊന്ന് നോക്കാം. ഇതിന്റെ കഥ തുടങ്ങുന്നത് 1997-ലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ. അവിടെയാണ് ആദ്യമായിട്ട് ഈ കാർബൺ എന്ന് പറയുന്നത് ഒരു കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന ആശയം വരുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 2015-ലെ പാരീസ് ഉടമ്പടി വന്നപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ ഒന്നുകൂടി ഉറപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും ഈ രംഗത്തേക്ക് വളരെ സജീവമായിട്ട് വരികയാണ്. ഏകദേശം 2026 ആവുമ്പോഴേക്കും നമ്മുടെ സ്വന്തമായിട്ട് ഒരു നാഷണൽ കാർബൺ ട്രേഡിംഗ് സ്കീം വരും. അപ്പോൾ ഈ ക്രെഡിറ്റുകൾക്കൊരു വിലയുണ്ടെങ്കിൽ അത് വാങ്ങാനും വിൽക്കാനും ഒരിടം വേണ്ടേ? തീർച്ചയായും വേണം. അതാണ് കാർബൺ മാർക്കറ്റ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ മാർക്കറ്റ് ഒന്നല്ല, 2 ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ? ഒന്നാമത്തത് ഒരു സ്ട്രിക്റ്റ് ടീച്ചറെ പോലെയാണ്. സർക്കാർ നിയമം കൊണ്ട് നിയന്ത്രിക്കുന്ന മാർക്കറ്റ്. വലിയ വലിയ കമ്പനികളോടൊക്കെ പറയും, നിങ്ങൾ ഇത്ര കാർബൺ പുറത്തുവിടുന്നുണ്ട്, അത് കുറച്ചേ പറ്റൂ. രണ്ടാമത്തത് അങ്ങനെയല്ല, അത് നമ്മളായിട്ട് തീരുമാനിക്കുന്നതാണ്. കമ്പനികൾക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇതിൽ പങ്കാളിയാവാം. നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ വേണ്ടി സ്വയം മുന്നോട്ട് വരുന്നത്. ഈ രണ്ടാമത്തെ മാർക്കറ്റാണ് ഇപ്പൊ ശരിക്കും പറന്നുകയറുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു കാർഡ് വെച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സോളാർ പ്ലാന്റ് ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന, വിൽക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റായി മാറുന്നത്? വെറുതെ അങ്ങ് മാറില്ല. ഇതിനു പിന്നില് വളരെ കൃത്യമായ, കർശനമായ ചില സ്റ്റെപ്പുകളുണ്ട്. നമുക്കതൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇതിന് പ്രധാനമായും 4 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രോജക്റ്റ് കാരണം എത്രമാത്രം കാർബൺ കുറഞ്ഞു എന്ന് കൃത്യമായി അളക്കണം. ഇവിടെയാണ് ടെക്നോളജിക്ക് വലിയൊരു റോള് വരുന്നത്. ഇപ്പോൾ mytree.in പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്നത് ഇതാണ്. അവർ ഓരോ മരവും ടാഗ് ചെയ്ത് അത് എത്രത്തോളം വളരുന്നു, എത്ര കാർബൺ വലിച്ചെടുക്കുന്നു എന്നൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യും. വെറുതെ ഒരു കണക്ക് പറഞ്ഞാൽ പോരാ. മൂന്നാമതായി വെറ പോലെയുള്ളൊരു ഇന്റർനാഷണൽ ഏജൻസി വന്നിട്ട് ഈ കണക്കുകളൊക്കെ ശരിയാണോ എന്ന് സ്വതന്ത്രമായി പരിശോധിക്കും. ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെയാണെങ്കിൽ മാത്രം അവർ ആ പ്രോജക്റ്റിന് സർട്ടിഫൈഡ് ക്രെഡിറ്റുകൾ നൽകുന്നു. ഈ ഒരു പ്രോസസ് കാരണമാണ് ഓരോ ക്രെഡിറ്റിനും മാർക്കറ്റിൽ ഒരു വില കിട്ടുന്നത്. കാർബൺ കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ഫലപ്രദമായ വഴിയേതാണെന്നറിയാമോ? അത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട്. വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ഉള്ള വനങ്ങളെ സംരക്ഷിക്കുക. ഇത് സ്വാഭാവികമായി തന്നെ കാർബൺ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ നടുന്ന ഓരോ മരവും ഭൂമിയുടെ ശ്വാസകോശം വീണ്ടെടുക്കുന്നതുപോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റ് ഒക്കെ വിട്ട് ക്യാഷ് കിട്ടി, ഈ പണം ആർക്കാണ് കിട്ടുന്നത്? എവിടെയാണ് എത്തുന്നത്? നമുക്ക് ഈ തിയറിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആഫ്രിക്കയിലൊരു ഗ്രാമത്തിലേക്ക് പോകാം. അവിടെ സാധാരണക്കാരുടെ ജീവിതത്തില് ഇത് എന്തുമാത്രമാണ് ഉണ്ടാക്കിയതെന്ന് നേരിട്ട് കാണാം. ആഫ്രിക്കയിലെ ബർക്കിന ഫാസോയിലുള്ള ടോൺ ടെങ്ക എന്ന ഈ പദ്ധതി നോക്കൂ. നമ്മുടെ ഭൂമി എന്നാണ് ആ പേരിനർത്ഥം. എന്ത് നല്ല പേരാണല്ലേ? ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ തരിശായി കിടന്ന ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി വീണ്ടെടുക്കാൻ അവിടുത്തെ സാധാരണക്കാരായ കർഷകരെ സഹായിക്കുകയാണ്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അടുത്ത 40 വർഷം കൊണ്ട് 60 ലക്ഷത്തിൽ കൂടുതൽ മരങ്ങൾ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു തലമുറയ്ക്കു വേണ്ടി ചെയ്യുന്ന ഒരു വലിയ നിക്ഷേപമാണ്.
ഇതിനെക്കുറിച്ച് ട്രീ എയ്ഡിന്റെ സിഇഒ ടോം സ്കിറോ പറയുന്നത് വളരെ ശരിയാണ്. അദ്ദേഹം പറയുന്നത് ഈ ടോണ്ട് ടെങ്ക പ്രോജക്റ്റ് സമൂഹം മുൻകൈയെടുക്കുന്ന ഒരുപാട് കാർബൺ പ്രോജക്റ്റുകൾക്ക് ഒരു വഴികാട്ടിയാകുമെന്നാണ്. കാരണം ഇത് വെറും മരം നടൽ മാത്രമല്ല, ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ശാക്തീകരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് വരാം. ഈ സ്ലൈഡിലൊന്ന് നോക്കൂ. മരം നടുന്നത് എങ്ങനെയാണ് നേരിട്ട് പൈസയായി മാറുന്നതെന്ന് ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു കർഷകൻ 1000 മരം നട്ടുവെന്നിരിക്കട്ടെ. കാർബണിന്റെ വില ഒരു ടണ്ണിന് $50 ആണെങ്കിൽ 40 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഏകദേശം $2.5 ലക്ഷം വരെ വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. നേട്ടം ഈ കാർബൺ ക്രെഡിറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ. ഒന്നാലോചിച്ചു നോക്കൂ. പുതുതായി വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വളർന്നു വലുതാവുമ്പോൾ അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടും, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടും. അതും ഈ കർഷകർക്കൊരു അധിക വരുമാനമാണ്. ചുരുക്കത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അവരുടെ പോക്കറ്റിനും ഗുണകരമായി മാറുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഡോളറിന്റെയും ടണ്ണിന്റെയുമൊക്കെ കണക്കുകളാണ്. പക്ഷേ ഈ പ്രോജക്റ്റുകളുടെ യഥാർത്ഥ മൂല്യം നമുക്ക് പണം കൊണ്ട് അളക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ഗുണങ്ങൾ അതിനും എത്രയോ മുകളിലാണ്. ഈ ടോണ്ട് ടെങ്ക് പ്രൊജക്ട് ഒന്നു മാത്രം അടുത്ത 40 വർഷം കൊണ്ട് ഏകദേശം $30 ദശലക്ഷം ആ സമൂഹത്തിലേക്ക് നേരിട്ടെത്തിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ വരുമാനത്തിന്റെ 100% ഒരു ഇടനിലക്കാരനുമില്ലാതെ ആ പാവപ്പെട്ട കർഷകർക്ക് നേരിട്ട് കിട്ടുന്നു എന്നതാണ്. അപ്പോ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? അത് ആ നാടിന്റെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ജൈവവൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നു, കർഷകരുടെ വിളവ് കൂടുന്നു, പുതിയ തൊഴിലവസരങ്ങളുണ്ടാകുന്നു. അതുമാത്രമല്ല, ആ പണം കൊണ്ട് പുതിയ ആശുപത്രികൾ വരുന്നു, കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളും ഡോർമിറ്ററികളും വരുന്നു. അങ്ങനെ ഒരു നാട് മൊത്തത്തിൽ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നോർക്കണം. നമ്മളൊരു മരം നടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാർബൺ ക്രെഡിറ്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ വെറും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുകയല്ല ചെയ്യുന്നത്. ഈ ചിത്രങ്ങളിൽ കാണുന്നില്ലേ നമ്മുടെ അമൂല്യമായ വനങ്ങള്, അതിലുള്ള ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെയൊക്കെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ഭൂമിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. എല്ലാ വലിയ മാറ്റങ്ങളും തുടങ്ങുന്നത് ഇതുപോലൊരു ചെറിയ ചുവടുവെപ്പിൽ നിന്നായിരിക്കും, അല്ലേ? ഒരു വലിയ കാടുണ്ടാകുന്നത് ഒരു ചെറിയ വിത്തുപാകുമ്പോഴാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു മരം നട്ട് അതിനെ ടാഗ് ചെയ്ത് പരിപാലിക്കുമ്പോൾ നമ്മൾ ഈ ലോകം മുഴുവൻ പടരുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമായി തീരുകയാണ്. അപ്പോ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയുണ്ട്. 1 ടൺ കാർബണിന് നമുക്ക് വിലയിടാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് വീണ്ടെടുത്ത പുനഃസ്ഥാപിച്ച ഒരു ഭൂമിയുടെ യഥാർത്ഥ മൂല്യം അതെത്രയായിരിക്കും?